السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനാദരങ്ങൾ നിറഞ്ഞ ഉസ്താദുമാർ, സ്നേഹം നിറഞ്ഞ ഉമ്മബന്യന്മാരെ, കൊച്ചനുജന്മാരെ, കൊച്ചനുജന്യമാരെ, പരിശുദ്ധമാകപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499-ാം ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. പരിശുദ്ധമായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുകയും അവിടുത്തെ മദ്ഹ് പറയുകയും ചെയ്യുന്ന ഈ മഹത്തായ വേദിയിൽ ഞങ്ങളൊരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികളിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോ നമ്മുടെ ഈ പരിപാടിയുടെ ഒരു വിജയം എന്ന് പറയുന്നത് 38 വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം മാങ്കാക്ക പാടിയ പാട്ട് നമ്മൾ ഇന്ന് കേൾക്കുകയാണ്. ഏകദേശം 1986-ലാണ് അദ്ദേഹം ഒരുപക്ഷെ ആ പാട്ടുപാടെ പാടിയിട്ടുണ്ടാകുക. അതായത് ഞാൻ ജനിക്കുന്നതിന്റെ 10 വർഷം മുമ്പ് അദ്ദേഹം ഈ മദ്രസയിൽ പാടിയ പാട്ട് ഇന്ന് നമുക്കത് കേൾക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ബാബാക്കാന്റെ പ്രസംഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാബാക്ക പാട്ട് എഴുതുമെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു, പക്ഷെ ബാബാക്ക് പാട്ട് പാടാനും കഴിയുമെന്ന് നമ്മൾ ഈ ഒരു വലിയ സംഗമത്തിൽ ബോധ്യപ്പെടും. അങ്ങനെയാണ് നമ്മുടെ പരിപാടിയുടെ ഒരു വിജയം. ഒരു വിദ്യാർത്ഥികളുടെ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുമ്പോഴാണ് ഇവർക്കൊക്കെ, അല്ലെങ്കിൽ മറ്റു വേദികളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേദികളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് സാന്ദർഭികമായി നിങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ കഥയിലേക്ക് കിടക്കുകയാണ്. ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് പടക്കളത്തിലെ മണവാണ്. ദിനവും കഷ്ടതയാകെ തുടച്ചു നീക്കി കുളിർമേകാൻ തേടുന്നു. ദുരിതമാണ് ദിനവും നിന്നിൽ തേടുന്നു. കഷ്ടതയാകെ തുടച്ചു നീക്കി കുളിർമയേകാൻ തേടുന്നു. യാ യാ ഗവി യാ സുബ്ഹാൻ യാ ഗഫൂർ യാ അല്ലാഹ് യാ കബീർ യാ സുബ്ഹാൻ. നാഗലിലെ ഈ മനോഹരമായ സംഗമത്തിൽ സംഗമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, നിന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെല്ലാവരെയും ആ മനോഹരമായ നാട്ടിലേക്ക് ഞങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ പൊന്നാകലിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാതുകളിലൂടെ കേൾക്കുന്ന കഥ മദീനയുടെ താഴ്വാരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ നടന്ന മനോഹരമായ ചരിത്രമാണ്. ഈന്തപ്പന ഓലകൾ കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ അല്ലാഹുവിന്റെ പള്ളിയിൽ പ്രവാചകൻ മുഹമ്മദ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുയായികൾക്ക്, തന്റെ അനുചരന്മാർക്ക് മദീന പള്ളിയിൽ ഇരുന്നുകൊണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് കേൾക്കൂ. പൊന്നാൻ തന്നോട് വാക്കുകൾ കേൾക്കുന്നു കൊണ്ടിടുന്നു. തിങ്കൾ ഞാൻ പോന്തങ്ങോ സഹബോ പൊന്നാര പോത്ത് ദൂത തന്നോട് ചാരിക്കുന്ന സഹബോലെ ആ കൊച്ചുകുടിൽ വെച്ചുകൊണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസങ്ങളിലും അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമൊഴി ഉണ്ടാകും. അവിടുത്തെ പ്രവാചകൻ അവിടുത്തെ അനുചരന്മാർക്ക് ഓരോ വിഷയങ്ങളെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കൊച്ചുകുടിൽ തനിച്ചുകൂടിയ പ്രവാചകന്മാർ
വാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഒരു മുട്ടുസൂചി വീണാൽ പോലും കേൾക്കാവുന്ന ആ നിശബ്ദതയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വാചകന്റെ നാവിൻ മുമ്പിൽ നിന്ന് അടർന്നു വീഴുന്ന വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ തങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തെ അതിജീവിച്ച് കാണിക്കുകയെന്ന വലിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടി മദീന പള്ളിയിൽ ആ പ്രവാചകന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് പ്രവാചകൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് പ്രവാചകന്റെ വിഷയം എന്ന് പറയുന്നത് വിവാഹ ജീവിതമാണ്. വിവാഹത്തിന്റെ മനോഹരമായ ജീവിതകാലത്തെ കുറിച്ച്, വിവാഹത്തിന്റെ വലിയ മഹത്വത്തെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കേൾക്കേണ്ട താമസം ശബ്ദം അതിശയപ്പോട്ടി തുടർന്നു സഹജം സദസ്സിൽ ശബ്ദം അതിശയപ്പോട്ടി ചോദിക്കുന്നു സഹജം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സദസ്സിൽ നിന്നൊരു കൊഞ്ചുകുണ്ടിയെ പോലെ സഹദ് പൊട്ടിക്കരയുകയാണ്. എന്താണ് പ്രിയപ്പെട്ട സഹദേ നിനക്ക് പറ്റിയത്? എന്തിനാണ് ക്ലാസ്സിൽ ഇങ്ങനെ കരയുന്നത്? ഒരു പിഞ്ച് പൈതലിനെ പോലെ ഇങ്ങനെ തേങ്ങി കരയാൻ എന്താണ് കാരണം? അതിന് മാത്രം ഞാൻ എന്താണ് പറഞ്ഞത്? വിവാഹത്തെ കുറിച്ച് പറയുമ്പോ നീ എന്തിനാണ് ഇങ്ങനെ ഈ സദസ്സിൽ നിന്ന് പൊട്ടി കരയുന്നതെന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹദിനെ നോക്കി ചോദിക്കുകയാണ്. മനസ്സിനുള്ളിലാഭിലാഷം പേരൊക്കെ വിവാഹത്തിൻ മഹത്വങ്ങൾ ഓരത്തപ്പോഴെനിക്ക് എങ്കിലും കാലത്തുള്ള സാഹചര്യം തരലാരും വിടുവാൻ മനസ്സിനുള്ളിലാഭിലാഷം പേരൊക്കെ വിവാഹത്തിൻ മഹത്വങ്ങൾ ഓരത്തപ്പോഴെനിക്ക് എങ്കിലും കാലത്തുള്ള സാഹചര്യം തരലാരും ഓരത്തി വീണയാക്കി തരും. നബിയെ ഇങ്ങനെ പരിഹരിക്കാനാണ് എത്ര കാലമായി വിവാഹം കഴിക്കുന്നതിന് വേണ്ടി, ഒരു ഇണയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമം നടത്തുകയാണ്. എനിക്കിതുവരെ വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടില്ല. അത് കറുത്തുപോയി, കറുത്ത ചുണ്ടുകളുള്ള, കറുത്ത തൊലിയുള്ള, മുടിയൊക്കെ വലിഞ്ഞു നീണ്ടിട്ടുള്ള എനിക്ക് എങ്ങനെയാണ് പ്രവാചകരെ പെണ്ണിനെ കിട്ടുക? ഇങ്ങനെ എനിക്കൊരു ഇണയെ സ്വന്തമാക്കാൻ കഴിയും? ഇതിന്റെ ഭാഗമാണ് വിവാഹം എന്നങ്ങ് പറയുമ്പോ, വിവാഹത്തിന് ഇത്രമേൽ മഹത്വമുണ്ടെന്നങ്ങ് പറയുമ്പോ, ഒരു ഇണയെ സ്വന്തമാക്കിയാൽ അതിന്റെ മഹത്വങ്ങളെ കുറിച്ച് അങ്ങ് ക്ലാസ് എടുക്കുമ്പോ ഇണയെ സ്വന്തമാക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് വേവലാതിയിൽ ആശങ്കയിൽ പരിഹാരം കണ്ടെത്താൻ കഴിയില്ലെന്ന ആശങ്കയിലാണ് പ്രിയനെ ഞാൻ പൊട്ടി കരഞ്ഞു പോയത്. ഇങ്ങനെയാണ് എനിക്ക് ഇണയെ സ്വന്തമാക്കാൻ കഴിയുക? അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമോ? ക്ഷമിക്കല്ലേ കണ്ടിടമേ മാതിരിയുള്ളൊരു മണവാട്ടിയെ ഞാൻ നീ വിഷമിക്കല്ലേ മറുപരിഹാരമോടെ മണവാട്ടിയെ ഞാൻ സഹദേ, നിന്റെ വിഷമങ്ങൾക്ക് പരിഹാരമുണ്ട്. നീ ഞാൻ പറയുന്നത് പോലെ മദീന പട്ടണത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഒരാളെ പോയി കാണണം. മദീന പട്ടണത്തിലെ കോടീശ്വരനായ അംർ ബിൻ വഹബിനെ സന്ദർശിക്കണം. അവരുടെ മകളെ, സുന്ദരിയായ റാണിയായ, ആ കൊട്ടാരത്തിന്റെ റാണിയായ അംർ ബിൻ വഹബിന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു തരണമെന്ന് അങ്ങ് അവിടെ പോയി പറയണം. സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായ വഹബിന്റെ ഏക മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ ആവശ്യപ്പെടണമെന്ന് പ്രവാചകർ മുഹമ്മദ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹദിനോട് പറയുകയാണ്. സഹദ് അത്ഭുതപ്പെട്ടു പോയി. പ്രൗഢനായ അംർ ബിൻ വഹബിന്റെ ഏക മകളെ വംശജനായ സഹദിന് കെട്ടിച്ചു തരികയോ എന്താണ് പ്രവാചകരെ അങ്ങ് പറയുന്നത്? സഹദിന്റെ ഉള്ളകിടക്കി മദീനയിലും പ്രമാണീയമായ രാജകൊട്ടാരം പോലെ ആകാശ
ആകാശം ഉയർന്നു നിൽക്കുന്ന ബംഗ്ലാവുള്ള സൗന്ദര്യത്തിന്റെ റാണിയ അദ്ദേഹത്തിന്റെ ഏകപുത്രിയെ വേഗം മോഹിച്ച് വളരെ അകലിൽ പോലും രാജകുമാരന്മാർ നെറ്റിയേറെ കടന്നു വരുന്നുണ്ട് പ്രവാചകരെ. എന്നിട്ട് പോലും ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അമ്രുവിന് വഹബ് അവരെ തിരിച്ചയക്കുകയാണ് പതിവ്. അവരെ പോലും പരിഗണിക്കാത്ത വഹബിന്റെ മുമ്പിലേക്ക് അതെങ്ങനെ കടന്നു പോകുമെന്ന് പ്രവാചകനോട് ചോദിക്കുകയാണ്. വിഷമത്താൽ പോയി അവസാനം എന്ത് കല്യാണം ചെയ്തു എനിക്ക് പറയൂ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? എന്റെ മകളെ ചോദിച്ച് ഈ വീട്ടുമുറ്റത്തിന്റെ പച്ച വിട്ട നിനക്ക് എന്ത് ധൈര്യം വന്നു? എങ്ങനെ ധൈര്യം വന്നു? കടക്ക് പുറത്ത് എന്റെ വീടിന്റെ അകത്തളത്തിലേക്ക് പ്രവേശിക്കാൻ എന്ത് യോഗ്യതയാണ്, എന്ത് അംഗീകാരമാണ് എന്റെ മകളെ വിവാഹം കഴിക്കാൻ നിനക്കുള്ളത് എന്ന് അമ്രുവിന് വഹബ് സഹനദിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. എത്രയോ രാജകുമാരന്മാർ, എത്രയോ വലിയ ധനാഢ്യന്മാർ, എത്രയോ സൗന്ദര്യമുള്ള ആളുകൾ എന്റെ മകളെ ചോദിച്ചു വന്നിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെയാണ് നിനക്ക് എന്ത് യോഗ്യതയുണ്ട്? നിനക്കൊരു യോഗ്യതയുമില്ല. അത് കേട്ടപ്പോഴേക്കും സഅദ് റളിയല്ലാഹുവിന്റെ മുഖഭാഗ വിഷമത്തിലായി, ചാല്യതം നടന്നുകൊണ്ട് സഅദ് റളിയല്ലാഹു പ്രയാസത്തിലായി. ആ സമയത്ത് അവിടുന്ന് തിരിച്ചു പോരാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് അമ്രുവിന് വഹബിന്റെ മകൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഒരു കാര്യം ഉണർത്തിയത്. എന്താണതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. തിരുനബി തഞ്ചാരത്ത് എത്തിയുടൻ എല്ലാം തങ്ങൾ പറയും പോലെ വേണം. തിരുനബി തഞ്ചാരത്ത് എത്തിയുടൻ എല്ലാം തങ്ങൾ പോലെ അതിനാൽ എന്തിതാ ചെയ്തത് മോശമായി. അതെ, പുന്നാര മകളുടെ വാക്ക് കേട്ട് അമ്രുവിന് വഹബിന് ബോധോദയമുണ്ടായി. അയാൾ നീഗ്രവംശക്കാരനാണ്, അയാൾ സൗന്ദര്യമില്ലാത്തയാളായിരിക്കാം. അദ്ദേഹത്തെ പറഞ്ഞത് ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാണ് പുന്നാര മകൾ വഹബിനെ ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ ഈ സന്ദേശം വഹബ് സ്വീകരിക്കുകയും അയാൾക്ക് പ്രയാസപ്പെട്ടുകൊണ്ട് പുന്നാര നബിയുടെ അടുത്തേക്ക് ഓടുകയാണ്. പുന്നാര നബിയെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം പോവുകയാണ്. ഈ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അമ്രുവിന് വഹബ് മകളുടെ വാക്ക് കേട്ടുകൊണ്ട് ആരംഭമായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസതിയിലെത്തുകയാണ്. അവിടുന്ന് സഹജതനക്ക് വഹബിലുണ്ടായ അനുഭവങ്ങൾ നബിയോട് വിവരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കിതച്ചുകൊണ്ട് പ്രവാചക സന്നിധിയിലേക്ക് അമ്രുവിന് വഹബ് ഓടിയെത്തുകയാണ്. തന്റെ ചെയ്തികൾക്ക് വാപപേക്ഷിച്ചുകൊണ്ട് സഅദിന്റെ മകൾക്ക് മണവാളനായി സ്വീകാര്യമാണെന്ന് തായ്മയോടുകൂടി അമ്രുവിന് വഹബ് പ്രവാചകനെ അറിയിക്കുകയാണ്. കല്യാണ കാര്യങ്ങൾ അവിടെ വെച്ച് അപ്പോൾ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ വഹബിന്റെ വീട്ടിൽ കല്യാണത്തിനായി രാജകീയമായ ഒരുക്കങ്ങൾ നടന്നു. പുതുപ്പെണ്ണിന്റെ വീട്ടിൽ കല്യാണത്തിന്റെ ആർഭാടപൂർണമായ എല്ലാ തയ്യാറെടുപ്പുകളും പ്രകൃതിയായി നടക്കുകയാണ്. പുതിയാപ്പയായ സഅദ് റളിയല്ലാഹു വിഷമത്തിലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കല്യാണ ചെലവുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒന്നിനും പണമുണ്ടായിരുന്നില്ല. അവസാനം മഹറിനും പുതുപെണ്ണിനും വസ്ത്രങ്ങൾക്കും ഒക്കെയുള്ള പണം ഉസ്മാൻ റളിയല്ലാഹു ആണ് സഅദിന് നൽകിയത്. വിഷമത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്ന സഅദിന്റെ മനസാന്തരങ്ങൾ വെയിലൊഴിഞ്ഞ തെളിഞ്ഞ മാനം പോലെയായി. നാളെയാണ് സഅദിന്റെ കല്യാണം. ഏറെ മോഹിച്ചു കാത്തിരുന്ന ആ സുന്ദര ദിനം സന്തോഷപ്പെട്ട് കെട്ടുന്ന കൽബുമായി സഅദ്
പാലക്കാട് മാർക്കറ്റിലേക്ക് പോവുകയാണ്. നാരിക്കുള്ള ഉത്തരവുകൾ വാങ്ങുന്നതിന് വേണ്ടി സഅദ് റളിയല്ലാഹു അൻഹു തന്റെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നോ ശബ്ദം, ആ ശബ്ദം സഅദിന്റെ പുടത്തിൽ ശ്രമിക്കുകയാണ്. യുദ്ധത്തിൻ വിളിയാളം കേട്ട് സാധു അന്തിച്ചു നിൽക്കാതെ ഉടനെ പോകുന്നു പുത്തൻ പടവാങ്ങി ഓരോ മോടി വാങ്ങിക്കൊണ്ടും നേരം പയുന്നു സിംഹം പോൽ മറക്കുന്നു കല്യാണം മണവാട്ടിയായുള്ള പെണ്ണിൻ സ്മാരകം ആരോടും ചൊല്ലാതെ ആരോ പോകുന്നു മണവാളൻ യുദ്ധക്കാലത്തിൽ. പ്രിയപ്പെട്ടവരെ, മദീന പട്ടണത്തിൽ എന്റെ പുതുനാരിക്ക് വേണ്ടി പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കടന്നുപോയ സഅദ് റളിയല്ലാഹു അൻഹു ആ ശബ്ദം കേൾക്കുകയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, യുദ്ധത്തിന്റെ മുറവിളിയായിരുന്നു. ശത്രുക്കളുമായി ഇസ്ലാമിന്റെ പോരാട്ടത്തിന് വേണ്ടി സ്വഹാബത്ത് തയ്യാറാകണമെന്ന ശബ്ദമായിരുന്നു തന്റെ ചെവിപടത്തിൽ കേട്ടത്. തന്റെ കർണപടത്തിൽ അത് കേൾക്കേണ്ട താമസം തന്റെ പുതുനാരിയെ പറഞ്ഞു. നാളെ തന്റെ വിവാഹമാണെന്ന് പറഞ്ഞു. ഞാൻ വന്നിരിക്കുന്നത് പുതുനാരിക്ക് വസ്ത്രം വാങ്ങാനുള്ള കാര്യം സ്വഹാബത്തുൽ കിറാം സഅദ് റളിയല്ലാഹു അൻഹു അതെല്ലാം മറന്നിരിക്കുകയാണ്. പകരം പുതുനാരിക്ക് പുതുവസ്ത്രം വാങ്ങേണ്ട ആ പണം കൊണ്ട് പുതിയൊരു പടവാള് വാങ്ങുകയാണ്. ധീരനായി ഇസ്ലാമിന്റെ പോരാട്ടത്തിന് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് എന്നെ വിളിച്ചത് പ്രവാചകനെങ്കിൽ പോകേണ്ടിയിരിക്കുന്നു. തനിക്ക് വിവാഹമല്ല പ്രശ്നം, തനിക്ക് പുതുനാരിയല്ല പ്രശ്നം. അതുകൊണ്ട് പുതിയ പടവാളുമായി സഅദ് റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് ഓടുകയാണ്. യുദ്ധകാലത്തിൽ സദം കൊതിച്ചോ മുന്നണി പോരാളിയ മിന്നി തിളങ്ങിയിടുന്നു. യുദ്ധകാലത്തിൽ സദം കൊതിച്ചു മുന്നണി പോരാളിയായ മിന്നി തിളങ്ങിയിടുന്നു. മുത്ത് മുഖവും മറച്ചിടുന്നു എന്നും നിലനിൽക്കും സ്വർഗീയ പോകാൻ കൊതിച്ചിടുന്നു. അതേ പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങളും ശത്രുക്കളും തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുകയാണ്. യുദ്ധക്കളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാളും പരിചയമെടുത്ത് പോരാട്ടം നടത്തുകയാണ്. ഇസ്ലാമിന്റെ ആശയത്തെ മുൻനിർത്തി, ദീനിനെ മുൻനിർത്തി, ഹൃദയത്തിൽ ഈമാനിനെ പിടിച്ചു നിർത്തി യുദ്ധക്കളത്തിൽ ആവേശകരമായിട്ടുള്ള ശക്തമായ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ യുദ്ധക്കളത്തിൽ മുഖമൂടി ധരിച്ച ഒരു ചെറുപ്പക്കാരൻ അതിശക്തമായി തന്റെ പടവാൾ ഉപയോഗിച്ചുകൊണ്ട് എതിരാളികൾ നിഷ്കരണം വെട്ടി പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആരാണ് മുഖമൂടി ധരിച്ച് പോരാളിയെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ യുദ്ധം അവസാനിച്ചു. ഷഹീദായവരെ മുഴുവൻ ഒരു ഭാഗത്ത് ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. അപ്പോഴും ആ മുഖമൂടി ആരുടേതാണെന്ന് വ്യക്തമായിട്ടില്ല. മുഖമൂടി ധരിച്ചിരിക്കുന്ന വ്യക്തി ആരെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് അവിടെ നിന്ന് ആ മുഖമൂടി ഒന്ന് നീക്കി നോക്കുന്നത്. ദുഃഖം പൊട്ടി ഒഴുകിയല്ലോ മുത്തിൻ മനം പുകഞ്ഞുവല്ലോ സഹജമൊഴുകണം കരഞ്ഞുവല്ലോ കണ്ണീരുരകൾ ഒഴുകിയല്ലോ ദുഃഖം പൊട്ടി ഒഴുകിയല്ലോ മുദ്ദിൻ മനം പുകഞ്ഞുവല്ലോ സഹജമൊഴുകണം കണ്ണീരുര ഒഴുകിയല്ലോ പിരിഞ്ഞോ പുതുമാനെ കൂടെ പോയില്ലോ വിവാഹ സ്വപ്നം ആശ പോയില്ലോ പ്രിയ സ്വർഗം മണല്ലോ ശ്രേഷ്ഠ
إنا لله وإنا إليه راجعون. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഷഹീദായിരിക്കുകയാണ്. നാളെ വിവാഹം കഴിക്കേണ്ട, നാളെ പുതുനാരിയെന്ന് തന്റെ പുതുവത്സരം ആഘോഷിക്കേണ്ടിയിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു ആ യുദ്ധക്കളത്തിൽ വീണ് കിടക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഷഹീദായി. തന്റെ എല്ലാ സുഖങ്ങളും തന്റെ എല്ലാ ത്യാഗങ്ങളും തന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ സന്തോഷവും സമാധാനവും മുഴുവൻ ഈ ദീനിന് വേണ്ടി, ഈ ദീനിന്റെ പോരാട്ടത്തിന് വേണ്ടി, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചൊരു സ്വഭാവനായിരുന്നു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു എന്ന ആ മണവാളന്റെ കഥ ഞങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അതായിരുന്നു സ്വഹാബത്തിന്റെ ചരിത്രം, അതായിരുന്നു പ്രവാചകരുടെ ചരിത്രം. ദീനിന് വേണ്ടി സകല ത്യാഗങ്ങളും സകലമായ സംവിധാനങ്ങളും സകല സുഖലോലുപതയും ദീനിന് വേണ്ടി മാറ്റിവെച്ചവരായിരുന്നവരെന്ന അവരെന്ന് ഈ കൊച്ചു കഥയിലൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കഥയ്ക്ക് വിരാമമിടുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.